സിനിമ പോസ്റ്ററെക്കാളും കൂടുതലാണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ പോസ്റ്ററുകൾ. വലിയ കട്ടൗട്ടറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പരസ്യ അഡ്വർടൈസ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേര് ലേറ്റായിട്ട് മാരേജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൺസീവ് ആകാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. ഫുഡ് ഹാബിറ്റ് ഈ മേജർ പ്രോബ്ലം. ഇപ്പം പ്രത്യേകിച്ച് ഫീമെയിൽസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഓരോ മാസം കഴിയും തോറും കൺസീവ് ആകേണ്ട ഓരോ പോസിബിലിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ഫെർട്ടിലിറ്റി റേറ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1.7 1.8 ആണ്. ഒരു സൊസൈറ്റി റീപ്ലേസ് ചെയ്യപ്പെടണമെങ്കിൽ, അതായത് അതുപോലെ തന്നെ നിലനിന്ന് പോകണമെങ്കിൽ 2.1 ഫെർട്ടിലിറ്റി റേറ്റ് വേണമെന്നാണ്. അപ്പോൾ അതായത് ഇപ്പോൾ തന്നെ കേരളത്തിൽ ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടത്, ഇപ്പം 1ാം ക്ലാസ്സിൽ ചേർന്നിരിക്കുന്ന കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പം 16,000 ആണെന്ന് തോന്നുന്നു. 16,000 16 ലക്ഷം. ഓക്കെ, 16,000 കുറവാണ് കഴിഞ്ഞ വർഷത്തെക്കാളും. അതിനി കൂടിയായിരിക്കും വരാൻ പോകുന്നത്. കുട്ടികളുടെ എണ്ണം കുറയുകയും പ്രായമായവരുടെ എണ്ണം കൂടുകയും ചെയ്യും. അത് നമ്മുടെ എക്കണോമി ഭയങ്കര